2022 ഒരു ക്രിസ്മസ് തലേന്നായിരുന്നു അത്. മുൻപ് ആർമിയിൽ സർജന്റ് ആയിരുന്ന ഡാൻ ഇപ്പോൾ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. മകളുടെ ജന്മദിന ആഘോഷമായിരുന്നു അന്ന്. എന്നാൽ ഭാര്യ എമ്മിയെയും മകൾ മ്യൂറിയെയും പാർട്ടിയിൽ സഹായിക്കുന്നതിന് പകരം അയാൾ ഒരു ലാബിലേക്കുള്ള തന്റെ ഡ്രീം ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അയാളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെട്ടു. നല്ല ദേഷ്യവും നിരാശയും വന്ന ഡാൻ അവിടെ ഇരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഡാൻ തന്റെ മകളോടൊപ്പം സോഫയിലിരുന്ന് ടിവിയിൽ ഫുട്ബോൾ മാച്ച് കാണുകയാണ്. പെട്ടെന്നാണ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു വെളുത്ത പൊടിപടലങ്ങളും ഇലക്ട്രിസിറ്റി സ്പാർക്കുകൾക്കും ഇടയിലായി ഒരു കൂട്ടം സൈനികർ അതിൽ നിന്നും പുറത്തു വരുന്നത് ഡാൻ ടിവിയിലൂടെ കാണുന്നത്. അവരുടെ ലീഡർ ആയിരുന്നു ലെഫ്റ്റനന്റ് ഹാർട്ട്. ഞങ്ങൾ 2051 നിന്നും ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് ലെഫ്റ്റനന്റ് ഹാർട്ട് അവരെ അറിയിക്കുന്നു. ഏലിയൻ സ്പീഷീസ് ആയ വൈറ്റ് സ്പൈക്സ് എന്ന ജീവികൾ ഭൂമിയെ ആക്രമിച്ചു. മനുഷ്യവംശത്തിലെ ഭൂരിഭാഗവും ഇല്ലാതായി. വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ ഇനി ഭാവിയിൽ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സൈനികർ ഈ കാലത്തിലെ മനുഷ്യരോട് ഭാവിയിലേക്ക് വന്ന് ഈ ജീവികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ സഹായിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. മാസങ്ങളോളം വിവിധ രാജ്യങ്ങൾ അവരുടെ സൈനികരെ ഭാവിയിലേക്ക് അയച്ചു. പക്ഷെ അതൊന്നും തികയാതെ വന്നു. ഭാവിയിൽ നിന്നുള്ളവർ കൂടുതൽ ആളുകളെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഭാവിയിലേക്ക് പോകുന്നവരിൽ 4-ൽ ഒരാൾ മാത്രമാണ് തിരിച്ചു വരുന്നത്. ട്രെയിൻഡ് ആയിട്ടുള്ള സൈനികർ തികയാതെ വന്നതോടെ വിവിധ രാജ്യങ്ങൾ സിവിലിയൻ ആളുകളെ, അതായത് സാധാരണ ആളുകളെ അങ്ങോട്ടേക്ക് അയച്ചു തുടങ്ങി. അതോടെ ലോകമെങ്ങും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. കാരണം സാധാരണക്കാരായ ജനങ്ങൾ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. മാത്രമല്ല അവരെ നിർബന്ധിച്ചു വിടാൻ ഗവൺമെന്റിന് യാതൊരു അധികാരവുമില്ല എന്നും അവരെ ബാധിക്കാത്ത ഒരു പ്രശ്നത്തിന് വേണ്ടി അവരെ വിടേണ്ട ആവശ്യമില്ലെന്നും ജനങ്ങൾ കരുതി. അതേസമയം ഡാൻ അധ്യാപകനായി തന്റെ ജോലി നിർവഹിച്ചു വരികയാണ്. പക്ഷെ കുട്ടികൾക്കൊന്നും ഡാൻ പഠിപ്പിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. കാരണം അവർ എന്തായാലും മരിക്കാൻ പോവുകയാണെങ്കിൽ പഠിക്കുന്നതിന് എന്തർത്ഥമാണുള്ളതെന്നാണ് അവർ ചോദിക്കുന്നത്. അതിലൊരു എക്സെപ്ഷൻ ഉള്ളത് മാർട്ടിൻ മാത്രമാണ്. അവരാണെങ്കിൽ ഈ അഗ്നിപർവ്വതത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നത് വളരെ ഇഷ്ടമാണ്. എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ഡാനിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നു. അതായത് ഭാവിയിലേക്കുള്ള യുദ്ധത്തിലേക്ക് ഡാനിനെ തിരഞ്ഞെടുത്തിരിക്കുകയായിരുന്നു എന്നതായിരുന്നു ആ മെസ്സേജ്. അങ്ങനെ ഡാൻ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന മിലിറ്ററി ഫെസിലിറ്റിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഡാൻ പല വിധത്തിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാകുന്നു. ടെസ്റ്റ് വഴി ഡാൻ ഭാവിയിലെ യുദ്ധത്തിന് പോകാൻ പ്രാപ്തനാണെന്ന് മിലിറ്ററി വിധി എഴുതുന്നു. ഡാനിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഡാനിന് വേറെ ചോയ്സ് ഇല്ല, പോയേ പറ്റൂ. കൂടാതെ 7 വർഷത്തിനുള്ളിൽ അവൻ മരിക്കുമെന്നും അവർ ഡാനിനോട് പറയുന്നു. ശേഷം ഡാനിന്റെ കയ്യിൽ ഒരു മെറ്റൽ ഡിവൈസ് അവർ ഘടിപ്പിക്കുന്നു. ഭാവിയിലെ അവന്റെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ ആ ഡിവൈസ് സഹായിക്കുമെന്ന് അവർ ഡാനിനോട് പറയുന്നു. 7 ദിവസത്തെ ഭാവിയിലെ യുദ്ധത്തിന് ശേഷം ആ ഡിവൈസ് അവനെ തിരിച്ചു കൊണ്ടുവരും. ശേഷം അവൻ പോയി ഭാര്യയായ എമ്മിയോട് കാര്യം പറയുന്നു. എമ്മി ഇത് കേട്ട് ഭയപ്പെടുന്നു. കാരണം ചിലപ്പോൾ ഡാൻ കൊല്ലപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് എങ്ങോട്ടേലും ഓടി രക്ഷപ്പെടാമെന്ന് എമ്മി പറയുന്നു. പക്ഷെ ഗവൺമെന്റ് തന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത ട്രാക്കർ ഡിവൈസിൽ നിന്നും തനിക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഡാൻ പറയുന്നു. ട്രാക്കർ റിമൂവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാൻ ഡാനിന്റെ അച്ഛനോട് സംസാരിക്കാൻ എമ്മി ഡാനിനോട് പറയുന്നു. അച്ഛനുമായി ഡാൻ അത്ര നല്ല രസത്തിലല്ല. കാരണം ചെറുപ്പത്തിലെ ഡാനിനെ ഉപേക്ഷിച്ചു പോയതാണ് അവന്റെ അച്ഛൻ. പക്ഷെ തന്റെ കുടുംബത്തിന് വേണ്ടി ഒടുവിൽ ഡാൻ അച്ഛൻ ജെയിംസിനെ കാണാമെന്ന് സമ്മതിക്കുന്നു. ഡാൻ അച്ഛനെ കണ്ടെത്തി കാര്യങ്ങളെല്ലാം പറയുന്നു. പക്ഷെ ജെയിംസ് കരുതിയത് തന്നെ നിരീക്ഷിക്കാൻ ഗവൺമെന്റ് വിട്ട സ്പൈ ആണ് ഡാൻ എന്നാണ്. അവർ തമ്മിൽ തർക്കമാകുന്നു. ഒടുവിൽ ഡിവൈസ് റിമൂവ് ചെയ്യാതെ ഡാൻ അവിടെ നിന്നും പോകുന്നു. അവൻ തിരിച്ച് വീട്ടിലേക്ക് വരികയും ആ മോശം വാർത്ത അവരോട് പറയുകയും ചെയ്യുന്നു. ഇനി എന്തായാലും ഡാനിന് ഭാവിയിലെ യുദ്ധത്തിലേക്ക് പോയേ പറ്റൂ. പക്ഷെ താൻ തിരിച്ചു വരുമെന്ന് മകൾക്കും ഭാര്യയ്ക്കും ഉറപ്പ് കൊടുത്തിട്ട് ഡാൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം ഡാൻ ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് സയന്റിസ്റ്റായ ചാർലിയെയും ഫൈറ്ററായ ഡോറിയാനെയും പരിചയപ്പെടുന്നു. ഡോറിയാൻ ഭാവിയിലെ തന്റെ 3ാമത്തെ ദൗത്യത്തിനാണ് പോകുന്നത്. അവർക്ക് അവിടെ വെച്ച് ബേസിക് ആയ ട്രെയിനിങ് ലഭിക്കുന്നു. ഷൂട്ടിംഗ്, ഫസ്റ്റ് എയ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കൂടാതെ എങ്ങനെയാണ് ടൈം ട്രാവൽ ടെക്നോളജി വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നു. അവർക്ക് 2022-നും 2051-നും തമ്മിൽ മാത്രമേ ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് രണ്ടും ഫിക്സഡ് പോയിന്റുകളാണ്. യുദ്ധത്തിന് മുന്നേയുള്ള മറ്റു വർഷങ്ങളിൽ അവർക്ക് എത്താൻ സാധിക്കില്ല. ശേഷം ട്രെയിനുകൾ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അലാറം ഓൺ ആകുന്നു. അതായത് അവർക്ക് പോകേണ്ട സമയമായി. പക്ഷെ അവർക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആകുന്നു. കാരണം അവർക്ക് 7 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഭാവിയിലെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കുഴപ്പത്തിലാകുന്നത് കൊണ്ട് അവർക്ക് പോയേ പറ്റൂ. എല്ലാവരും ഒരു ഹാളിലേക്ക് ഒരുമിച്ചെത്തുന്നു. ശേഷം ടൈം ലിങ്ക് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഒരു മേഘം പോലെ പ്രകാശം അവരുടെ മുകളിലേക്ക് വരുന്നു. അത് അവരെ ഭാവിയിലേക്ക് വലിക്കാൻ തുടങ്ങി. അതായത് ഓരോരുത്തരായി മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ശരിക്കും പോകേണ്ടത് മയാമി ബീച്ചിലേക്കാണ്. പക്ഷേ കൺട്രോൾ റൂമിൽ നോക്കുമ്പോൾ ഔട്ട്പുട്ട് കോർഡിനേറ്റ്സുമായി ബന്ധപ്പെട്ട് എറർ സംഭവിക്കുന്നു. അതായത് ടൈം മെഷീനിൽ എന്തോ തകരാർ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഭാവിയിൽ ഒരു സിറ്റിയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴാൻ തുടങ്ങി. കുറെ പേർ ബിൽഡിങ്ങിന് മുകളിൽ വീണ് മരിക്കുന്നു. കുറച്ചു പേർ അതിനു മുകളിലുള്ള സ്വിമ്മിംഗ് പൂളിൽ വന്ന് വീഴുന്നു. അതുകൊണ്ട് തന്നെ പൂളിൽ വീണവരെല്ലാം രക്ഷപ്പെടുന്നു. പൂളിൽ നിന്നും കയറിയ അവർ മയാമി സിറ്റി മുഴുവൻ തകർക്കപ്പെടുന്നതാണ് കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. പക്ഷെ അപ്പോഴേക്കും ഒരു കേണൽ അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. സിറ്റി മുഴുവൻ വൈറ്റ് സ്പൈക്സ് എന്നറിയപ്പെടുന്ന ഏലിയൻ ജീവികൾ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിലിറ്ററി അവിടെ ബോംബിട്ട് നശിപ്പിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡാനിന്റെ ടീമിന്റെ ദൗത്യം എന്നത് അവിടെയുള്ള ലാബിൽ പെട്ടിരിക്കുന്ന റിസർച്ച് ടീമിനെ രക്ഷപ്പെടുത്തുക എന്നതാണ്.
എന്നതാണ്. ഡാനിന് മിലിറ്ററിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കേണലിനറിയാം. അതുകൊണ്ട് തന്നെ കേണൽ ഡാനിനെ ആ ടീമിന്റെ ലീഡർ ആക്കുന്നു. ഡാൻ തന്റെ ടീമിനെ ആ സിറ്റിയിലൂടെ നയിക്കുവാൻ തുടങ്ങി. എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശമൊക്കെ ഡാൻ നൽകുന്നുണ്ട്. അവർ പോകുന്ന വഴികളിലെല്ലാം ഡെഡ് ബോഡികളും തകർന്ന കെട്ടിടങ്ങളും എല്ലാം അവർ കാണുന്നുണ്ട്. അങ്ങനെ കേണൽ പറഞ്ഞ ലാബ് കെട്ടിടം അവർ കണ്ടെത്തുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ചത്ത് കിടക്കുന്ന ഏലിയനെ അവർ കാണുന്നു. ഡോറിയാൻ അതിന്റെ നഖം മുറിച്ചെടുക്കുന്നു. ഡോറിയാൻ അതെല്ലാം ഒരു ട്രോഫി പോലെ സൂക്ഷിക്കുകയാണ്. അവർ അകത്തേക്ക് ചെന്നപ്പോഴേക്കും കാണുന്നത് ഏലിയൻസ് കൊന്നുകളഞ്ഞ റിസർച്ച് ടീമിനെയാണ്. റിസർച്ച് ടീമിലെ ആളുകളെ അവിടെ കൊന്നു കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അവിടെയുള്ള റിസർച്ച് ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ കേണൽ പറയുന്നു. കാരണം അവിടെ ഡെഡ് ബോഡികൾ ഉണ്ടെങ്കിൽ വൈറ്റ് സ്പൈസ് വീണ്ടും അങ്ങോട്ടേക്ക് വരും. കൂടാതെ അവിടെ ബോംബിടാൻ വേണ്ടിയുള്ള ജെറ്റ് വിമാനങ്ങളും പുറപ്പെട്ടു കഴിഞ്ഞു. അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്ത ശേഷം അവർ കോണിപ്പടിയിലൂടെ വേഗം താഴേക്ക് ഇറങ്ങി. എന്നാൽ അതിലൊരാൾ അസാധാരണമായ ഒരു ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കുമ്പോഴേക്ക് അവർ ആ ഏലിയൻ വൈറ്റ് സ്പൈക്സിനെ കാണുന്നു. കണ്ടാൽ പേടിക്കുന്ന തരത്തിലുള്ള ഒരു ഭീകര രൂപം. ഏലിയൻ അതിന്റെ ടെന്റക്കിളിൽ നിന്നും സ്പൈക്കുകൾ എറിയുന്നു. സ്പൈക്ക് വന്നു തറച്ച് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ മരിക്കുന്നു. അതോടെ ഭയന്ന എല്ലാവരും അതിന് നേരെ വെടിവെക്കുന്നു. പക്ഷെ ആ ജീവിയുടെ കട്ടിയുള്ള തൊലി കാരണം ബുള്ളറ്റുകൾക്ക് ആ ജീവിയെ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ സ്റ്റെയർ വഴി ഇറങ്ങുമ്പോൾ അതിന്റെ ആക്രമണ വേഗതയെ കുറയ്ക്കാൻ ബുള്ളറ്റുകൾക്ക് സാധിക്കുന്നുണ്ട്. അവർ താഴെ എത്തുമ്പോഴേക്കും അവരുടെ ടീമിലെ പല ആളുകളെയും അത് കൊന്നിരുന്നു. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് ഡാൻ അതിനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അത് ഫലപ്രദമാകാതെ വന്നപ്പോൾ ഡാൻ അവിടെയുള്ള ഒരു കോടാലി എടുത്ത് അതിനെ ആക്രമിക്കുന്നു. പക്ഷെ അതും ഫലപ്രദമായില്ല. ആ സമയത്ത് ഡോറിയാൻ അങ്ങോട്ടേക്ക് വരികയും അതിന്റെ കഴുത്തിന് വെടിവെച്ച് അതിനെ കൊല്ലുകയും ചെയ്യുന്നു. അതിന്റെ കഴുത്തിലോ വയറ്റിലോ വെടിവെച്ചാൽ മാത്രമേ അതിനെ കൊല്ലാൻ സാധിക്കൂ. അതിന്റെ വീക്ക് സ്പോട്ടുകൾ അത് മാത്രമാണ്. അപ്പോഴേക്കും ഒരുപാട് വൈറ്റ് സ്പൈക്സുകൾ അവരുടെ പുറകെ എത്തി. അവർ റോഡിലൂടെ അവയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവരെ രക്ഷിക്കാനായി വരുന്ന കുറച്ച് സൈനിക ടാങ്കുകൾ അവർ കാണുന്നു. അത് കണ്ട് അവർക്ക് വളരെ സന്തോഷമാകുന്നു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, എവിടെ നിന്നോ വൈറ്റ് സ്പൈക്സുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയും ടാങ്കിനെ ആക്രമിച്ച് സൈനികരെ എല്ലാം കൊല്ലുകയും ചെയ്യുന്നു. അതോടെ ഇനി ഡാനിനും ടീമിനും ഏലിയനുകളെ ഷൂട്ട് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. കൂടാതെ രക്ഷപ്പെടാനുള്ള വഴിയും നോക്കണം. ഏലിയനുകളുടെ ആക്രമണത്തിൽ അവരുടെ ടീമിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ടണലിനടിയിൽ അവർ അഭയം പ്രാപിക്കുന്നു. ഡാനും മറ്റു രണ്ടുപേരും കാലിന് പരിക്കേറ്റ ഒരാളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതുമൂലം എല്ലാവരും അവിടെ സ്ലോ ആകുന്നു. അതോടെ രണ്ടുപേർ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഷീൽഡ് പോലെ ഏലിയനുകൾക്കെതിരെ അവിടെ നിൽക്കാൻ തയ്യാറാകുന്നു. ഏലിയനുകൾ അവരുടെ അടുക്കലേക്ക് വന്നതും അവർ തോക്കുപയോഗിച്ച് ഏലിയനെ ഷൂട്ട് ചെയ്ത് അവരുടെ വേഗത കുറയ്ക്കുന്നു. അതായത് അവരെ രക്ഷിക്കാൻ അവർ തങ്ങളുടെ ജീവൻ സ്വയം ത്യാഗം ചെയ്യുന്നു. അപ്പോഴേക്കും കേണൽ അയച്ച ജെറ്റുകൾ അങ്ങോട്ടേക്ക് വരികയും ആ പ്രദേശം മുഴുവൻ ബോംബിട്ട് തകർക്കുകയും ചെയ്യുന്നു. ഡാനും കുറച്ച് ടീമിലെ അംഗങ്ങളും മാത്രം രക്ഷപ്പെടുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഡാനും ചാർലിയും എണീക്കുമ്പോഴേക്ക് അവർ ഡൊമിനിക് റിപ്പബ്ലിക്കിലെ ഒരു ആർമി ബേസിലായിരുന്നു. അവിടെ വെച്ച് അവർ ഡോറിയാനെ കാണുന്നു. ബാക്കിയുള്ളവരെല്ലാം കൊല്ലപ്പെട്ടെന്ന് ഡോറിയാൻ ഡാനിനോട് പറയുന്നു. താഴെ വീണ ഒരാളെ ഡാൻ സഹായിച്ചതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവന് അപകടത്തിലായി എന്നും പറഞ്ഞ് ഡോറിയാൻ ഡാനിനെ വിമർശിക്കുന്നു. ഡോറിയാൻ അവന് ക്യാൻസർ ആണെന്ന് അവരോട് തുറന്നു പറയുകയാണ്. അപ്പോഴേക്കും കേണൽ ഡാനിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു. പക്ഷെ കേണലിന്റെ സർനെയിം ഡാനിനെ കൺഫ്യൂഷനിലാക്കുന്നു. ഡാനിന്റെ അതേ സർനെയിം, അതായത് ഫോറസ്റ്റർ ആണ് കേണലിന്റെ സർനെയിം. ഒടുവിൽ ഡാൻ മനസ്സിലാക്കുകയാണ് കേണലായി തന്റെ മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, തന്റെ മകൾ മ്യൂറി തന്നെയാണെന്ന്. അവൾ വളർന്നു വലുതായി ഒരു സയന്റിസ്റ്റായി മാറി. മ്യൂറിയാണ് ആർ ഫോഴ്സിലെ ഏറ്റവും പ്രഗത്ഭയായ റിസർച്ചർ. മ്യൂറി തന്നെ ഉണ്ടാക്കിയതാണ് ആർ ഫോഴ്സ്. തന്റെ അച്ഛനെ കാണാൻ വേണ്ടിയല്ല ഡാനിനെ കൊണ്ടുവന്നതെന്നും അവൾക്ക് മറ്റൊരു സഹായം ആവശ്യമായിരുന്നുവെന്നും കേണൽ മ്യൂറി പറയുന്നു. കൂടാതെ ഒരു മകളായിട്ടല്ല കേണലായിട്ടാണ് മ്യൂറി ഡാനിനോട് പെരുമാറുന്നത്. അവൾ ഡാനിനെ ഒരു വൈറ്റ് സ്പൈക്സിന്റെ ചിത്രം കമ്പ്യൂട്ടറിൽ കാണിച്ചു കൊടുക്കുന്നു. അതായത് സിറ്റി മുഴുവൻ നമ്മൾ കണ്ടത് മെയിൽ വൈറ്റ് സ്പൈക്സുകളാണ്. പക്ഷേ ചിത്രത്തിൽ മ്യൂറി കാണിച്ചത് ഒരു ഫീമെയിൽ ഏലിയൻ അഥവാ വൈറ്റ് സ്പൈക്സ് ആണ്. അതാണെങ്കിൽ ഭയങ്കര അഗ്രസീവും അപൂർവവുമാണ്. കൂടാതെ അണ്ടർഗ്രൗണ്ടിലാണ് അത് ബ്രീഡ് ചെയ്യുന്നത്. ഫീമെയിൽ വൈറ്റ് സ്പൈക്സിനെ തങ്ങളുടെ ജീവൻ കൊടുത്തും മെയിൽ സംരക്ഷിക്കും. കാരണം അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ സ്പീഷീസിന്റെ നിലനിൽപ്പാണ്. മിലിറ്ററി ഉപയോഗിക്കുന്ന ബോംബുകളിൽ മ്യൂറി ഡെവലപ്പ് ചെയ്ത ഒരു വിഷം കൂടി ഉപയോഗിക്കുന്നുണ്ട്. അത് മെയിൽ വൈറ്റ് സ്പൈക്സിനെ കൊല്ലുമെങ്കിലും ഫീമെയിലിനെ കൊല്ലാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരീക്ഷണങ്ങൾക്കായി ഫീമെയിൽ വൈറ്റ് സ്പൈക്സിനെ പിടിക്കാൻ പോകുന്ന ടീമിൽ മ്യൂറി ഡാനിന്റെ സേവനം ആവശ്യപ്പെടുകയാണ്. അതിനെ പിടിച്ച് അതിനെ കൊല്ലാൻ പാകത്തിനുള്ള വിഷം ഉണ്ടാക്കുക വഴി ആ ജീവികളുടെ മെയിൻ റീപ്രൊഡക്ഷൻ സോഴ്സിനെ തടയാൻ സാധിക്കും. അതുവഴി ആ സ്പീഷീസിനെ നശിപ്പിക്കാം. അവർ ഹെലികോപ്റ്ററിൽ ഫീമെയിൽ വൈറ്റ് സ്പൈക്സിനെ പിടികൂടാൻ വേണ്ടി പുറപ്പെടുന്നു. ഹെലികോപ്റ്ററിൽ ഡാനിനോട് മ്യൂറി ഏലിയനുകൾ ഭൂമിയിലെത്തിയതിനെ പറ്റി പറയുന്നു. 2048 പെട്ടെന്ന് ഒരു ദിവസമാണ് റഷ്യയുടെ ഭാഗത്ത് ആദ്യമായി വൈറ്റ് സ്പൈക്സ് പ്രത്യക്ഷപ്പെടുന്നത്. എങ്ങനെ ഭൂമിയിലെത്തി എന്നറിയില്ല. എങ്ങനെയോ സാറ്റലൈറ്റിനെയോ റഡാറിനെയോ വെട്ടിച്ചായിരിക്കണം അവരുടെ ഷിപ്പ് ഭൂമിയിലെത്തിച്ചത്. 3 വർഷത്തിനുള്ളിൽ അവർ ഈ ഭൂമി കീഴടക്കി. അവയ്ക്ക് മറ്റൊന്നും വേണ്ട, ഭക്ഷണത്തിനായി മനുഷ്യനെ മാത്രം മതി. ഡാൻ മരിക്കുന്നതിന് മുമ്പ് ഡാനിന് എന്താണ് സംഭവിച്ചതെന്ന് അവൻ മ്യൂറിയോട് ചോദിക്കുന്നു. ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് മ്യൂറി ഡാനിനോട് പറയുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഫീമെയിൽ വൈറ്റ് സ്പൈക്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവരെത്തുന്നു. അവിടെ കുറച്ച് സൈനികർ കയറുപയോഗിച്ച് അതിനെ കെട്ടിവലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴേക്കും കോപാകുലയായ ഏലിയൻ അവരെ ആക്രമിക്കുകയും കുറെ സൈനികരെ കൊല്ലുകയും ചെയ്യുന്നു. മ്യൂറി അങ്ങോട്ടേക്ക് വരികയും അതിന്റെ കഴുത്ത് നോക്കി വെടിവെക്കുകയും ചെയ്യുന്നു. അതുവഴി മറ്റുള്ളവർ അതിനു ചുറ്റും കൂടുതൽ റോപ്പ് ചുറ്റുകയും അതിനെ വരുതിയിലാക്കാൻ
ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ കുടുങ്ങിയെന്ന് മനസ്സിലായപ്പോഴേക്കും ഫീമെയിൽ വൈറ്റ് സ്പൈക്സ് വലിയ ഒച്ചയുണ്ടാക്കുകയും പലതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് സഹായത്തിനായി ആ ജീവി വിളിക്കുകയാണ്. ഈ സിഗ്നൽ ലഭിച്ചതോടെ ആ പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് മെയിൽ വൈറ്റ് സ്പൈക്സുകൾ വരാൻ തുടങ്ങി. പുറത്തുനിന്നും സൈനികർ അവയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഫീമെയിൽ വൈറ്റ് സ്പൈക്സ് അതേസമയം മ്യൂറിയെ അറ്റാക്ക് ചെയ്തപ്പോഴേക്കും ഡാൻ ഹെലികോപ്റ്ററിൽ നിന്നും മറ്റ് ഏലിയനുകളെ ഷൂട്ട് ചെയ്തുകൊണ്ട് മ്യൂറിയെ സഹായിക്കാനായി താഴേക്ക് ഇറങ്ങി. ശേഷം അവരെല്ലാവരും കൂടി അതിനെ ഇരുമ്പ് കൂട്ടിനുള്ളിലാക്കിയ ശേഷം ഹെലികോപ്റ്ററിൽ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഫീമെയിൽ വൈറ്റ് സ്പൈക്സിനെ രക്ഷിക്കാൻ വേണ്ടി മെയിൽ വൈറ്റ് സ്പൈക്സ് ഹെലികോപ്റ്റർ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിലൊരു ഹെലികോപ്റ്റർ തകർക്കുകയും ചെയ്തു. ഡാനും മ്യൂറിയും കൂടി ഒരു പിക്കപ്പ് വാനിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അതിലെ മെഷീൻ ഗൺ ഉപയോഗിച്ച് ആ ഏലിയനുകളെ മ്യൂറി വെടിവെച്ചിടുവാനും തുടങ്ങി. അതുവഴി ഹെലികോപ്റ്ററുകൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനും സാധിച്ചു. ശേഷം മ്യൂറിയും ഡാനും അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അവർ ഒരു ബീച്ചിലേക്ക് എത്തുന്നു. മ്യൂറിയും ഡാനും ബീച്ചിൽ ഇറങ്ങുന്നു. ബീച്ചിൽ വെച്ച് മ്യൂറി SOS ഫ്ലെയർ ആകാശത്തേക്ക് വിടുന്നു. അതായത് ആ തീ കാണുമ്പോൾ അവരെ രക്ഷിക്കാനായി സൈനികർ അങ്ങോട്ടേക്ക് വരും. ഹെലികോപ്റ്ററിൽ നിന്നും ആ ഏലിയന്റെ നെസ്റ്റിലേക്ക് ഇറങ്ങിയതിന് കേണൽ ഡാനിനെ വഴക്ക് പറയുന്നു. പക്ഷെ മ്യൂറിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഡാൻ ഇറങ്ങിയത്. പക്ഷെ മ്യൂറി അത് വിശ്വസിക്കുന്നില്ല. കാരണം അവൾക്ക് 12 വയസ്സുള്ളപ്പോൾ ഡാൻ അവരുടെ ഫാമിലി ഉപേക്ഷിച്ച് പോയതാണ്. ഒരുപക്ഷെ അവൻ ആഗ്രഹിച്ച ജോലി ലഭിക്കാത്തതിനുള്ള ഡിപ്രഷൻ ആകാം അത്. അവൾക്ക് 16 വയസ്സുള്ളപ്പോൾ ഡാൻ ഒരു കാർ ആക്സിഡന്റിൽ പെടുന്നു. ഡാൻ മരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ മ്യൂറി ഉണ്ടായിരുന്നു. ഇതെല്ലാം മ്യൂറിയെ മാനസികമായി തളർത്തി. ഡാനിനെ അതൊന്നും വിശ്വസിക്കാനായില്ല. കാരണം ഡാൻ ഇങ്ങനൊരു അച്ഛനാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഫീമെയിൽ വൈറ്റ് സ്പൈക്സിനെ കടലിന് നടുവിലുള്ള വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് മാറ്റിയത്. അവിടെയാണ് ടൈം മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നതും. ഫീമെയിൽ വൈറ്റ് സ്പൈക്സിനെ ചങ്ങലയിൽ ഇട്ടിരിക്കുകയാണ്. കൂടാതെ മോർഫിൻ കൊണ്ടുള്ള സെഡേഷൻ നൽകി മയക്കി ഇട്ടിരിക്കുകയാണ്. പക്ഷെ മോർഫിന് അതിനെ അധിക നേരം മയക്കിടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് മോർഫിൻ നൽകുകയാണ്. അത്രയ്ക്ക് ശക്തയാണ് ആ ഏലിയൻ. ഡാനും മ്യൂറിയും ഏലിയന്റെ DNA പരിശോധിക്കുകയാണ്. എങ്ങനെയാണ് ഏലിയൻ ഈ വിഷയത്തെ തടയുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കണം. ഒരുപാട് സമയമെടുക്കുന്ന ജോലിയാണത്. കാരണം പലതരത്തിലുള്ള സാമ്പിളുകൾ പരിശോധിക്കണം. എങ്കിലേ ഏതാണ് എഫക്റ്റീവ് എന്നറിയാൻ പറ്റൂ. ഈ സമയം കൊണ്ട് ഡാനും മകൾക്കും കൂടുതൽ അടുക്കാൻ സാധിച്ചു. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞാൻ നിന്നെ പറ്റി അഭിമാനിക്കുന്നു എന്ന് ഡാൻ മ്യൂറിയോട് പറയുന്നു. നിന്റെ അമ്മയ്ക്കും നിന്നെ പറ്റി അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. നീ വിശ്രമിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം. ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ നിങ്ങളെ സഹായിക്കാനാണല്ലോ. എന്തിനാണ് ഡാനിനെ കൊണ്ടുവന്നതെന്ന് മ്യൂറി വിശദീകരിക്കാൻ തുടങ്ങി. ആ ഏലിയൻ ജീവികളെ കൊല്ലാൻ ശക്തമായ വിഷം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇതും കൊണ്ട് ഭൂതകാലത്തിലേക്ക് പോകണം. അത് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കണം. ഏലിയൻ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു ദിവസം ഈ വിഷം ഉപയോഗിച്ച് നമുക്കവയെ നശിപ്പിക്കാം. അതുവഴി ഇന്ന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാതാകും. അതുകൊണ്ടാണ് അവൾ വിഷം കണ്ടെത്തുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. ഡാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ അത് കണ്ടെത്തി ഡാനിന് നൽകണം. പക്ഷെ ഡാനിന് മ്യൂറിയെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ താല്പര്യമില്ല. പക്ഷെ മ്യൂറി അത് സമ്മതിക്കുന്നില്ല. കാരണം മ്യൂറി ഡാനിനെ ഈ മിഷന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അവൾ ഏറ്റവും വിശ്വസിക്കുന്നത് ഡാനിനെയാണ്. അപ്പോഴേക്കും മെഷീനിലെ ടോക്സിൻ ഫീമെയിൽ വൈറ്റ് സ്പൈക്സിന്റെ DNA-യുമായി 100% ബൈൻഡ് ആകുന്നതായി കാണിക്കുന്നു. അതായത് അതിനെ കൊല്ലാൻ സാധിക്കുന്ന തരത്തിലുള്ള ടോക്സിൻ തയ്യാറായി. പക്ഷേ അതേസമയം തന്നെ ഫീമെയിൽ വൈറ്റ് സ്പൈക്സ് ഉണരുകയും ശക്തമായ ശബ്ദത്തിൽ മെയിൽ വൈറ്റ് സ്പൈക്സിനെ വിളിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിൽ ആയിരക്കണക്കിന് മെയിൽ വൈറ്റ് സ്പൈക്സുകൾ ആ വെള്ളം നീന്തി കയറി അവരുടെ കോട്ടകൾ തകർക്കുന്നു. മൈൻ ഫീൽഡുകളും എല്ലാം തകർത്ത് അവർ അകത്ത് കയറി. ഈ ആക്രമണം തടയാൻ ഫീമെയിൽ വൈറ്റ് സ്പൈക്സിനെ കൊല്ലാൻ ഡാൻ തയ്യാറാകുന്നു. നമുക്കൊരു സാമ്പിൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഉപയോഗിച്ചാൽ പിന്നെ നമുക്കുണ്ടാക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോയി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കണം. അവിടെയാണ് ഇത് ആവശ്യം വരിക. സൈനികരെല്ലാം ആ കോട്ട സംരക്ഷിക്കുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കുറെ ഏലിയനുകൾ ലാബ് കെട്ടിടത്തിലേക്ക് കയറി. മ്യൂറിയും ഡാനും കൂടി ആ ഫെസിലിറ്റിയിലുള്ള ഹെലിപാഡിലേക്ക് എത്താൻ വേണ്ടി ഓടുകയാണ്. അവിടെയാണ് ടൈം മെഷീൻ ഇരിക്കുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ അടുത്ത ടൈം ട്രാവൽ ട്രാൻസ്ഫർ നടക്കും. അതിനുള്ളിൽ ഡാനിന് അവിടെ എത്തണം. പോകുന്ന വഴിയിൽ അവരുടെ മുന്നിലെത്തുന്ന ഏലിയനുകളെല്ലാം അവർ വെടിവെച്ചിടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു ഏലിയന്റെ സ്പൈക്ക് അവളുടെ ദേഹത്ത്, അതായത് മ്യൂറിയുടെ ദേഹത്ത് തറയ്ക്കുന്നു. ഡാൻ മ്യൂറിയെ നടക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും മ്യൂറിക്ക് വളരെയധികം വേദന അനുഭവപ്പെടുന്നുണ്ട്. ആ ഫെസിലിറ്റി തകരുകയാണ്. കാരണം മെയിൽ വൈറ്റ് സ്പൈക്സുകളുടെ ആക്രമണം മൂലം അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പൽ ആ സ്ട്രക്ചറിൽ ഇടിച്ച് ആ കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരുന്നു. ദേഷ്യത്തിൽ സംസാരിച്ചതിനൊക്കെ മ്യൂറി ഡാനിനോട് മാപ്പ് പറയുന്നു. അവൾ ഡാനിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മ്യൂറി തന്റെ പക്കലുള്ള ടോക്സിൻ ഡാനിന് നൽകുന്നു. ശേഷം അത് ഭൂതകാലത്തിൽ എത്തിക്കുകയും എല്ലാവരെയും രക്ഷപ്പെടുത്താനും പറയുന്നു. അപ്പോഴേക്കും ഫീമെയിൽ വൈറ്റ് സ്പൈക്സ് അങ്ങോട്ടേക്ക് എത്തുകയും മ്യൂറിയെ വലിച്ച് താഴേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പക്ഷേ അതോടൊപ്പം ഡാനും അവളെ രക്ഷിക്കാനായി എടുത്തു ചാടുന്നു. പക്ഷെ അപ്പോഴേക്കും ടൈം ലിങ്ക് ആക്ടിവേറ്റ് ആകുകയും ഡാനിനെയും ചാർലിയെയും ഡോറിയാനെയും അത് ഭൂതകാലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഡാനിന്റെ കയ്യിൽ ടോക്സിൻ ഭദ്രമായുണ്ട്. ചാർലിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഭീരുവിനെ പോലെ അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഈ ടോക്സിൻ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് ഭാവിയിലേക്ക് അയക്കണമെന്നും അതുവഴി ആ ഏലിയനുകളെ കൊല്ലാൻ സാധിക്കുമെന്നും ഡാൻ ഹാർട്ടിനോട് പറയുന്നു. പക്ഷേ ടൈം മെഷീൻ കംപ്ലൈന്റ് ആയെന്നും അത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെന്നുമുള്ള നിരാശാജനകമായ വാർത്ത ഹാർട്ട് ഡാനിനോട് പറയുന്നു. ഏലിയനുകൾ ഭാവിയിലെ ടൈം മെഷീൻ നശിപ്പിച്ചിട്ടുണ്ടാകാം. ഇനി ഒരിക്കലും ഭാവിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. അതായത് എല്ലാം അവസാനിച്ചു. അതോടുകൂടി ഡാൻ തിരികെ വീട്ടിലെത്തുന്നു. താൻ ഫാമിലിയോടൊപ്പം എത്തിയത് വിശ്വസിക്കാൻ അയാൾക്കായില്ല. കടന്നുപോയ കാര്യങ്ങളെല്ലാം ഓർത്ത് ഡാൻ ഇപ്പോഴും ഷോക്കിലാണ്. രാത്രി ഡാൻ
ഡാനിന് ഉറങ്ങാൻ സാധിച്ചില്ല. ഡാൻ എപ്പോഴും മകളുടെ അടുത്ത് പോയിരിക്കുകയാണ്. എമ്മി കാര്യം തിരക്കിയപ്പോൾ സംഭവിച്ചതെല്ലാം ഡാൻ എമ്മിയോട് പറയുന്നു. എല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള വഴി തേടുകയാണ് ഡാൻ. ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായി ഡാൻ സംഭവിച്ച കാര്യങ്ങൾ എമ്മിയോട് വിശദീകരിക്കുന്നു. എമ്മി തന്റേതായ കാഴ്ചപ്പാടുകൾ ഡാനുമായി പങ്കുവയ്ക്കുന്നു. ഏലിയൻ റഷ്യയെ ആക്രമിച്ചത് 2048-ലാണ്. പക്ഷേ ഒരു ഏലിയൻ ഷിപ്പും അവർക്ക് കണ്ടെത്താനായില്ല. ചിലപ്പോൾ ആ വർഷമാകാം അവർ ഉണർന്നത്. പക്ഷെ വന്നത് അതിനു മുന്നേ ആണെങ്കിലോ? കാരണം മഞ്ഞു മൂടി കിടക്കുന്ന വലിയ ഭാഗം ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ഉള്ള വർഷം നമ്മൾ പരതണം. പിറ്റേ ദിവസം ഉടൻ തന്നെ ഡാൻ ഡോറിയന്റെ അടുക്കിലേക്ക് എത്തുന്നു. ഇതൊന്നും അവസാനിച്ചിട്ടില്ല. ഏലിയനുകളുടെ നഖം ഡോറിയൻ കഴുത്തിലിട്ടിട്ടുണ്ടല്ലോ. അതിലൊരെണ്ണം എടുത്ത് ചാർലി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർ പരിശോധിക്കുന്നു. നഖത്തിൽ അഗ്നിപർവ്വത ചാരത്തിന്റെ അംശം ചാർലി കണ്ടെത്തുന്നു. അത് ചൈനയിൽ നിന്നോ കൊറിയയിൽ നിന്നോ ആകാം. കൂടാതെ ഏഷ്യയിൽ നിന്നുമുള്ള ചാരത്തിന്റെ അംശവും അവർ കണ്ടെത്തി. പക്ഷേ ഏഷ്യയിൽ നിന്നുമുള്ള അഗ്നിപർവ്വത ചാരം എങ്ങനെ റഷ്യയിലെത്തി? അതിനുള്ള ഉത്തരം ഒരു അഗ്നിപർവ്വത എക്സ്പേർട്ടിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. ഡാൻ തന്റെ സ്റ്റുഡന്റ് മാർട്ടിന്റെ അടുക്കലെത്തുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യയിൽ ഭീകരമായ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിരുന്നതായി മാർട്ടിൻ അവരോട് പറയുന്നു. അതായിരുന്നു മില്ലേനിയം ഇറപ്ഷൻ. പിന്നീട് കാറ്റ് മൂലം ചാരം റഷ്യയിലെ തണുപ്പ് പ്രദേശത്ത് എത്തിയിരിക്കാമെന്നും അത് പിന്നീട് ഐസിനൊപ്പം ചേർന്നിരിക്കാമെന്നും അവൻ പറയുന്നു. അതായത് ആ ജീവികൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മില്ലേനിയം പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത്, അതായത് AD 946-ൽ അവർ ഇവിടെ ഭൂമിയിലെത്തി. പല പാളികളായുള്ള ഐസുകൾക്കിടയിൽ തണുത്തുറഞ്ഞു കിടക്കുകയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെയാണ് ഏലിയൻ ഷിപ്പുകൾ അവർ കാണാതിരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഐസ് പാളികൾ ഉരുകി മാറിയപ്പോഴാണ് 2048-ൽ ഈ ജീവികൾ ഉണരുന്നതും പുറത്തെത്തിയതും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ഗവൺമെന്റിനെ സമീപിച്ചു. പക്ഷെ അവർക്കിത് പ്രൂവ് ചെയ്യാൻ തെളിവുകളൊന്നും ഇല്ലായിരുന്നതിനാൽ ഗവൺമെന്റിന്റെ അടുക്കൽ നിന്നും ഒരു സഹായവും ലഭിച്ചില്ല. നിയമാനുസൃതമല്ലാത്ത വഴികളിലൂടെ മാത്രമേ ഇനി ഏലിയനുകളെ കണ്ടെത്താൻ സാധിക്കൂ എന്ന് ഡാനിന് മനസ്സിലായി. അങ്ങനെ അവൻ തന്റെ അച്ഛന്റെ അടുത്തേക്ക് വീണ്ടും എത്തുന്നു. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു ഇത്രയും കാലം അവന്റെ അച്ഛൻ. അയാൾക്ക് സ്വന്തമായി വിമാനമൊക്കെയുണ്ട്. ഡാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവനെ സഹായിക്കാമെന്ന് അച്ഛനായ ജെയിംസ് വാക്കു കൊടുക്കുന്നു. ആ മിഷനിലേക്ക് ഹാർട്ടിനെയും ഡാൻ ക്ഷണിക്കുന്നു. ഭാവിയിലെ തന്റെ നേതാവായ മ്യൂറിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഹാർട്ട് തയ്യാറാകുന്നു. ഹാർട്ട് തന്റെ കൂടെ ചില സൈനികരെയും ആയുധങ്ങളും ആ ടോക്സിന്റെ ഒരുപാട് സാമ്പിളുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടീം അങ്ങനെ റഷ്യയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ അവർ അക്കാഡമി ഓഫ് സയൻസസ് ഗ്ലേസിയറിലെത്തി. അപരിചിതമായി എന്തിനെങ്കിലും കണ്ടെത്താൻ അവർ തിരച്ചിൽ തുടങ്ങി. അവരുടെ മെഷീനുകളിൽ എന്തോ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്ത സ്ഥലത്ത് അവർ നിൽക്കുന്നു. എക്സ്പ്ലോസീവുകൾ ഉപയോഗിച്ച് അവർ ആ ഭാഗത്തെ ഐസ് പാളി പൊട്ടിക്കുന്നു. അപ്പോഴത്തേക്കും അകത്തേക്ക് ഒരു ഹോൾ പ്രത്യക്ഷമാകുന്നു. അവർ അതിലൂടെ താഴേക്ക് ഇറങ്ങി. അങ്ങനെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഒരു ഏലിയൻ ഷിപ്പ് അവർ കണ്ടെത്തുന്നു. ഈ ഷിപ്പിനുള്ളിൽ കയറുന്നത് വളരെ അപകടകരമാണ്. നമ്മൾക്കിപ്പോൾ തെളിവ് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഗവൺമെന്റിനെ ഈ വിവരം അറിയിക്കാം. പക്ഷെ ഗവൺമെന്റിനെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും നമ്മൾ തന്നെ ഇത് നശിപ്പിക്കുന്നതാണ് നല്ലതെന്നും എല്ലാവരും പറയുന്നു. ഷിപ്പിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് അവർ ഉള്ളിലേക്ക് കയറി. ജെയിംസും ചാർലിയും പുറത്തു തന്നെ നിന്നു. കാരണം എന്തെങ്കിലും കാരണവശാൽ ആ ജീവികൾ പുറത്തു വരികയാണെങ്കിൽ അവയെ കൊല്ലണമല്ലോ. ഈ ഷിപ്പ് ഭൂമിയിൽ ക്രാഷ് ലാൻഡ് ചെയ്തതാണെന്ന് കോക്പിറ്റിലെത്തി അവർ മനസ്സിലാക്കുന്നു. ഏലിയനുകളുടെ ലക്ഷ്യം ഭൂമി ആയിരുന്നില്ല. പക്ഷെ ആ ഷിപ്പിന്റെ പൈലറ്റ് ഒരു വൈറ്റ് സ്പൈക്സ് അല്ലായിരുന്നു. ഉള്ളിലെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വൈറ്റ് സ്പൈക്സുകൾ ഓരോ ബയോപോഡിൽ ഹൈബർനേഷനിലായിരിക്കുന്നതാണ് കാണുന്നത്. അതായത് ഈ ജീവികളായിരുന്നു ഷിപ്പിലെ കാർഗോ. അതായത് ഈ ജീവികളെ ബയോ എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയതാണ്. മറ്റുള്ള ഗ്രഹങ്ങളിലെ സ്പീഷീസുകളെ ഇല്ലാതാക്കി യഥാർത്ഥ ഏലിയനുകളുടെ കോളനി ഉണ്ടാക്കുകയായിരുന്നിരിക്കണം അവരുടെ ലക്ഷ്യം. വൈറ്റ് സ്പൈക്സുകൾ ഒരു ബയോ വെപ്പൺ ആയിരുന്നു. ഡാനും സംഘവും ഓരോ ബയോപോഡിലേക്ക് ആ വിഷം കുത്തിവെക്കാൻ തുടങ്ങി. അതോടെ അവ വേദന കൊണ്ട് പുളയുകയും മരിച്ചു വീഴാനും തുടങ്ങി. അതായത് ആ വിഷം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവയുടെ കരച്ചിൽ മൂലം വിഷം കുത്തിവെക്കാത്ത വൈറ്റ് സ്പൈക്സുകൾ ഉണരുകയും ബയോപോഡിൽ നിന്നും പുറത്തു വരാനും തുടങ്ങി. അതോടെ അവ ഡാനിനെയും ടീമിനെയും ആക്രമിച്ചു. അവർക്ക് സാധിക്കുന്നത്ര ഏലിയനുകളെ അവർ ഷൂട്ട് ചെയ്തു. ചിലത് രക്ഷപ്പെട്ടു. ഈ ഷിപ്പ് നശിപ്പിക്കാതെ വേറെ വഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ബോംബ് ആക്ടിവേറ്റ് ചെയ്യാൻ താൻ ഇവിടെ നിന്നോളാമെന്നും ഡാനിനോടും ബാക്കിയുള്ളവരോടും പുറത്തു കടക്കാൻ ഡോറിയൻ പറഞ്ഞു. അതേസമയം പുറത്തേക്ക് രക്ഷപ്പെട്ട ഏലിയനുകളെ ജെയിംസ് ഷൂട്ട് ചെയ്യുവാൻ തുടങ്ങി. ചാർലിയുടെ ഗൺ സ്റ്റക്ക് ആകുകയും ഒരു ചെയിൻസോ ഉപയോഗിച്ച് ചാർലി ഏലിയനുകളെ ആക്രമിക്കാനും തുടങ്ങി. അതേസമയം പുറത്തു വന്ന ഡാൻ അവരോട് ഇവിടെ നിന്നും പോകാൻ പറയുന്നു. അപ്പോഴേക്കും ഹാർട്ടിനും ഡോറിയാനും ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ സാധിക്കാത്ത വണ്ണം ഏലിയനുകൾ അവരെ പൊതിഞ്ഞു. അതോടെ ഡോറിയാൻ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നു. അതോടെ അവരും ഏലിയനുകളും കൊല്ലപ്പെടുന്നു. ജെയിംസും ചാർലിയും ഡാനും രക്ഷപ്പെടുന്നു. ചുവന്ന നിറത്തിലുള്ള വയറുള്ള ഒരു ഏലിയൻ പുറത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് ജെയിംസ് ഡാനിനോട് പറയുന്നു. അത് ഫീമെയിൽ ആണെന്ന് മനസ്സിലാക്കിയ ഡാനും കൂട്ടരും അതിന്റെ പുറകെ പോകുന്നു. അതേസമയം അവരിലൊരാളെ കണ്ടെത്തിയ ഏലിയൻ ആക്രമിക്കാനായി പാഞ്ഞെടുക്കുന്നു. പക്ഷെ അടുത്ത് വന്നപ്പോൾ അത് മഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു രൂപമായിരുന്നു. അത് നമ്മുടെ ജെയിംസ് അച്ചായന്റെ ഒരു കെണിയായിരുന്നു. പിന്നീട് ജെയിംസിനെ കണ്ട ഏലിയൻ ആക്രമിക്കാൻ പോകുമ്പോഴേക്ക് ഡാൻ മഞ്ഞിൽ ഓടിക്കുന്ന വാഹനവുമായി ആ ജീവിയെ ഇടിച്ചു വീഴ്ത്തുന്നു. ശേഷം രണ്ടുപേരും കൂടി വെടിവെച്ച് അതിനെ ഒരു കൊക്കയിലേക്ക് തള്ളിയിടുന്നു. പക്ഷെ അത് മരിച്ചിട്ടില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ആക്രമണം പ്രതീക്ഷിച്ച് അവർ നിൽക്കുകയാണ്. ഏലിയൻ വീണ്ടും അവരെ ആക്രമിക്കുകയും ഒരു സ്പൈക്ക് ഡാനിന്റെ നേരെ എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ആ സ്പൈക്ക് തന്നെ ഉപയോഗിച്ച് ഡാൻ ഏലിയനെ തിരിച്ചാക്രമിക്കുന്നു. ആ സമയത്ത് തന്നെ തന്റെ കയ്യിലിരുന്ന കോടാലി ഉപയോഗിച്ച് ജെയിംസ് അതിന്റെ കണ്ണിൽ കുത്തുന്നു.
അതോടെ അതിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. പെട്ടെന്ന് പാനിക്കായ ഏലിയൻ ചുറ്റും കിടന്ന് അവരെ തിരയുകയാണ്. ആ സമയത്ത് ഡാൻ തന്റെ കൈവശമുള്ള വിഷം അതിന്റെ കൈയിലേക്ക് കുത്തുന്നു. പെട്ടെന്ന് ആ കൈ അഴുകി തുടങ്ങുന്നു. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ ഏലിയൻ സ്വന്തം കൈ മുറിച്ചു മാറ്റുന്നു. ഏലിയൻ ഡാനിന്റെ പുറകെ ചെന്നു. ഡാൻ തന്റെ കയ്യിൽ ഗ്രനേഡ് തയ്യാറാക്കി അതിനെ കൊല്ലാൻ കാത്തിരുന്നു. പക്ഷെ മകനെ രക്ഷിക്കാൻ ജെയിംസ് തന്റെ കൈ മുറിച്ച് ഏലിയനെ ജെയിംസിന്റെ അടുത്തേക്ക് ആകർഷിക്കുന്നു. പക്ഷെ അവർ ഒന്നിച്ച ഉടനെ തന്നെ അച്ഛനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഡാൻ ഒരുക്കമായിരുന്നില്ല. ഡോറിയന്റെ ക്ലോ അഥവാ ഏലിയന്റെ തന്നെ നഖം ഉപയോഗിച്ച് ഡാൻ ഏലിയന്റെ കഴുത്തിന് മുറിവേൽപ്പിക്കുന്നു. ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ടോക്സിൻ അഥവാ വിഷമെടുത്ത് ഏലിയന്റെ വായിലേക്ക് കുത്തിവെക്കുന്നു. അതോടെ അതിന്റെ മുഖമെല്ലാം അഴുകി ഇല്ലാതായിക്കൊണ്ടിരുന്നു. ആ സമയം അതിനെ ഡാൻ ചവിട്ടി കൊക്കയിലേക്ക് ഇടുന്നു. അതോടെ കൊക്കയിലേക്ക് വീണ് അത് മരിക്കുന്നു. പിറ്റേ ദിവസം ഏലിയനുകളെ ഇല്ലാതാക്കിയ റഷ്യയിലെ സ്ഫോടനത്തെക്കുറിച്ചായിരുന്നു വാർത്ത മുഴുവനും. കൂടാതെ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അമേരിക്കൻ ഗവൺമെന്റ് ഏറ്റെടുക്കുകയുണ്ടായി. ഡാൻ തിരികെ വീട്ടിലെത്തി ഫാമിലിയെ വീണ്ടും കണ്ടുമുട്ടുന്നു. ഡാനിന്റെ മകൾ ഒടുവിൽ മുത്തശ്ശനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അതോടെ സിനിമയുടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.